ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചക്ക ഒലത്തിയാലോ. അവിചാരിതമായിട്ട് 2 ചക്ക വീണ് കിട്ടിയിട്ടുണ്ട്. കാരണം പഴുത്ത ഒരു ചക്ക പച്ചയിലേക്ക് വന്ന് വീണിട്ട് 2 പച്ചയും കൂടി താഴത്തേക്ക് വീണിട്ടുണ്ട്. ഭാഗ്യത്തിന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഒലത്തിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് അറിയാം. പിന്നെ വറക്കാനാണെങ്കിൽ അതിലെ ഒരു നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ഒലത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒലത്തിയാലോ. എല്ലാവരും വായോ. നല്ല വലിയ ചുളയാണ് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ നന്നാക്കാനും നല്ല സുഖമാണ്. നമുക്ക് അങ്ങനെ ബോറടിക്കൂല. കാരണം അത്രയ്ക്ക് നല്ല വലിയ ചുളയാണ് കേട്ടോ. ഇത് തായ്ലൻഡ് പ്ലാവാണ്. പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാലും നല്ല മധുരമാണ്. പച്ചയ്ക്ക് നമുക്ക് കറി വെക്കാനാണെങ്കിലും വറക്കാനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കാൻ പോണത്. ഇത് 2 ചക്ക ഉള്ളത് കൊണ്ട് ഒറ്റ കുക്കറിൽ ഇത് നടക്കില്ല. അതുകൊണ്ട് തന്നെ 2 കുക്കറിലായിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത് തന്നെ. നമുക്കിത് വേകുന്ന സമയത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു 2 വിസലാണ് കേട്ടോ കേൾപ്പിക്കുന്നത്. കാരണം ചക്കക്കുരു ഉള്ളത് കൊണ്ട് 2 വിസൽ കേൾക്കണം. അല്ലെങ്കിൽ ഒറ്റ വിസലിലാണെങ്കിൽ ചിലപ്പോൾ ചക്കക്കുരു ചിലപ്പോൾ വെന്തില്ല എന്ന് വരും. മറ്റേ ചക്ക മാത്രമാണ് ഉള്ളതെങ്കിൽ, കുരു ഇല്ലാതെ ആണെങ്കിൽ ഒറ്റ വിസൽ മതി കേട്ടോ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിക്കണത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകെല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി, ഉള്ളി, വേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ആഡ് ചെയ്യുമ്പോഴേ കൂടുതൽ ഒലത്തുമ്പോഴൊക്കെ കൂടുതൽ ക്രഷ്ഡ് ചില്ലി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ ക്രഷ്ഡ് ചില്ലി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തട്ടിയിട്ട് കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം തട്ടിയിട്ടിട്ടുണ്ട്. ബെസ്റ്റ് ചക്കയാണ് കേട്ടോ ഫ്രണ്ട്സ്. കാരണം വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നന്നായിട്ട് വെന്തിട്ടും ഉണ്ടെന്നാ. ഒട്ടും തന്നെ ചളായിട്ടൊന്നുമില്ല കേട്ടോ. നല്ല വിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മലയാളികൾക്ക് നമുക്ക് എല്ലാവർക്കും ചക്ക ഒലത്തിയത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ചക്ക ഒലത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.